അല്ലേ? ഞങ്ങള് സത്യം പറഞ്ഞാൽ ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് ഷെഡ്യൂളിന്റെ ടൈമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ബ്രേക്ക് ആയതുകൊണ്ട് സൗകര്യമായി. ഇവിടെയാണ് ആരോഗ്യം തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു 8 മണിയോടുകൂടി ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തും. എൻ്റെ ഫ്ലാറ്റിൽ ചേച്ചിമാരുണ്ട്, എൻ്റെ അമ്മയുണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് 6 പേരുണ്ട്. ആറ്റുകാൽ അമ്മ അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് മനസ്സില്? സത്യം പറഞ്ഞാൽ ഞാനൊരു തുടക്കക്കാരിയായിട്ടുള്ളൂ ഡേ കെയർ സെന്ററിൽ പോകുന്നത്. അമ്മയുടെ ആറ്റുകാൽ പൊങ്കാല അനുബന്ധിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ വർഷങ്ങൾ അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ കഴിഞ്ഞ വർഷമാണ് പൊങ്കാല ഇടാൻ സാധിച്ചത്. അപ്പോൾ അത് ഈ വർഷവും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചു. പൊങ്കാല ഇടുന്നു. ഒരു തീർച്ചയായിട്ടും ഭഗവതിയുടെ അനുഗ്രഹം തന്നെ വിശ്വസിക്കുന്നു. ഏഷ്യയിലെ അല്ലെങ്കിൽ വേൾഡ് റെക്കോർഡ് തന്നെ കിട്ടിയ ഒരു ക്ഷേത്രം, സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ള ഒരു സ്ഥലം. അമ്മയെ കുറിച്ച് പറയുമ്പോൾ എന്താന്ന് പറയാം? അമ്മയെ കുറിച്ചൊന്നും നമ്മൾ പറയാനില്ല. അമ്മ നമ്മളെ കുറിച്ച് പറയുക, അമ്മ നമ്മളെ അനുഗ്രഹിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത്രയും അധികം സ്ത്രീകൾ ഒത്തുകൂടുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ബാക്കി എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും എല്ലാവർക്കും ജെൻഡർ ബയസായിട്ട് എല്ലാവർക്കും എത്താം. പക്ഷേ ഇവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സ്ത്രീകളും അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും മാത്രമാണ് എത്തുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും സ്ത്രീകൾ ഒത്തുകൂടുന്ന സ്ഥലം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ആ ഒരു സാന്നിധ്യത്തിൽ നമുക്കും അമ്മയുടെ ഒരു പൊങ്കാല അർപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു എനർജി ഭയങ്കരമാണ്. ഈ ഓർമ്മയിൽ എപ്പോഴെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോ പൊങ്കാലിടുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അമ്മയുടെ അമ്മ അവര് ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു. അമ്മയ്ക്ക് ഇവിടെ SBTയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അമ്മ ഇവിടെ ട്രാൻസ്ഫർ ആയ സമയത്ത് അമ്മയും എല്ലാ വർഷവും അമ്മമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു, ഇടുമായിരുന്നു, പൊങ്കാലിടുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അമ്മമ്മ ഞങ്ങളുടെ കൂടെ ഇല്ല, ഭഗവാന്റെ അടുത്തേക്ക് പോയി. ആ ഒരു എന്താ പറയുക ലെഗസി നമ്മൾ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചാണ് ഞാൻ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത്. എനിക്ക് തോന്നുന്നു അമ്മമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അത് സാധിക്കുന്നു. ഈ കഴിഞ്ഞ വർഷം ഇട്ടപ്പോ എങ്ങനെയാണ് അടുത്ത വർഷം വന്നപ്പോ തിരക്കാണെങ്കിൽ കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ളൊരു തോന്നൽ വന്നു? ആഗ്രഹമുണ്ടായിരുന്നു. നമ്മള് ഇത് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മള് പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ, അത് നടത്തി തരേണ്ട ഭഗവതി തന്നെയാണ്. അപ്പം പ്രാർത്ഥിച്ചിരുന്നു, എല്ലാവർക്കും ഒന്നിച്ച് വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്തോ അത് സാധിച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹം. അതികഠിനമായ ചൂടാണ്, തലസ്ഥാനം കത്തി നിൽക്കുകയാണ്. എങ്ങനെ അതൊക്കെ നമുക്ക് ഒന്ന് ഫീൽ ചെയ്യുന്നതേ ഇല്ലാത്ത ആ ഒരു അവസ്ഥയാണോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നു എന്നെ പോലുള്ള ആളുകൾ ഭയങ്കരമായിട്ടും ബ്ലെസ്ഡ് ആണ്. നമുക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ ഷീറ്റൊക്കെ കിട്ടും, മറച്ച് തന്നിരിക്കുകയാണ്, ആരോഗ്യം അതിനുള്ള സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. ബാക്കിയുള്ള അമ്മമാരൊക്കെ ഇതുപോലും ഇല്ലാതെ തലയിൽ തോർത്തും കെട്ടി ഭഗവതിയുടെ നടയിൽ ഇരുന്ന് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ നിസ്സാരമാണ്. അപ്പം എല്ലാം ഇത്തവണ എനിക്ക് തോന്നുന്നു ചൂട് കൂടുതലാണ്. പിന്നെ അതുകൊണ്ട് സമയം കുറവുണ്ട്. നമുക്ക് 10:15 കഴിഞ്ഞാൽ 1:15 തളിക്കുന്നുണ്ട്. മറ്റത് 3 മണി 3:30 മണി വരെയൊക്കെയായിരുന്നു കഴിഞ്ഞ വർഷം വരുന്നത്. അപ്പൊ ആ ഒരു സമയദൈർഘ്യം ഒരു കുറഞ്ഞതിൽ ഒരു ചെറിയ ആശ്വാസമുണ്ട്. പിന്നെ എല്ലാവരും സന്നദ്ധ സേവാ സംഘടനകളെല്ലാം വളരെയധികം ആക്റ്റീവാണ്. ഇപ്പൊ തന്നെ സംഭാരം കൊടുക്കുന്നു, അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം എത്തിക്കുന്നു. അപ്പൊ ഇത്രയും എല്ലാ രീതിയിലും അമ്മയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് വേറെ ഒന്നും സംഭവിക്കില്ല, എല്ലാം ഭംഗിയായി അവസാനിച്ചു. ഓരോ തവണ പൊങ്കാലയിടാൻ എത്തുന്ന അമ്മമാരും സഹോദരിമാരൊക്കെ പറയുന്നത് അവരുടെ ആഗ്രഹങ്ങൾ അത് നടത്തി തരാൻ അമ്മ കൃത്യമായി ചെയ്യുന്നുണ്ടെന്നാണ്. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഈ പൊങ്കാലയിടുന്നത്? സത്യം പറഞ്ഞല്ല, അമ്മ സത്യമായിട്ടല്ല. പൊങ്കാല ഇടണം എന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭഗവതി നടത്തി തന്നു. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അത് നടത്തി തന്നു എന്നുള്ള സന്തോഷമുണ്ട്. പിന്നെ 30-40 വർഷമായിട്ട് ഒരു വർഷം പോലും എനിക്കൊന്ന് കോവിഡിന്റെ സമയത്ത് പോലും സ്വന്തം വീട്ടിൽ പൊങ്കാല ഇട്ട അമ്മമാരും ചേച്ചിമാരും ഒക്കെ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിലും ഉണ്ട്, അല്ലാതെയും നമ്മൾ ന്യൂസിലൂടെയും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹ സാഫല്യം എന്ന് പറയുന്നത് തന്നെ ഇവിടെ എത്താൻ പറ്റുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് അവർക്ക് സാധിക്കുന്നു. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു പൊങ്കാല അർപ്പിക്കുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇത് കാണുന്നവർക്കും എല്ലാവർക്കും ലോകത്തുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക.